ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ നോമ്പിൻ്റെ കാലയളവിൽ ഏറെ ശ്രദ്ധയോടും കരുതലോടും കൂടെ ജീവിതത്തെ നയിച്ചു വരുന്ന നാം കർത്താവിൻ്റെ തിരുവചനത്തിൽ നിന്ന് ശ്രവിക്കുമ്പോൾ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷം 7-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം നമ്മളെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു: മുമ്പേ നിൻ്റെ കണ്ണിൽ നിന്ന് കോലെടുത്ത് കളക, പിന്നെ നിൻ്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് നിനക്ക് വ്യക്തമായി ബോധ്യമാകും. കാഴ്ചയ്ക്ക് മിഴിവുണ്ടാവുക എന്നത് വളരെ മനോഹരവും അതിലേറെ ആത്മീക ഉൾക്കാഴ്ചയും നൽകുന്ന ഒരു വലിയ ചിന്തയാണ്. പ്രത്യേകിച്ച് നോമ്പിൻ്റെ നാളുകളിൽ വിശുദ്ധിയോടുകൂടെ ജീവിതം നയിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ കണ്ണുകൾക്ക് മിഴിവുണ്ടാവുക എന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു ചിന്തയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഈ ചിന്തകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മറ്റുള്ളവൻ്റെ ജീവിതത്തെ വിലയിരുത്തുകയും മറ്റുള്ളവനെ വിധി എഴുതുകയും ചെയ്യുന്നതിനപ്പുറത്ത് അതിനു മുൻപായി സ്വയം അവനവനെ മനസ്സിലാക്കുകയും അവനവൻ്റെ കുറവുകളെ, വീഴ്ചകളെ കണ്ടെത്തുകയും ചെയ്യുക എന്ന വലിയൊരു ചിന്തകളിലൂടെ നമ്മളെ കൊണ്ടുവരികയാണ്. കർത്താവ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്, നിന്നിലുള്ള കുറവുകൾ നീ ആദ്യം തിരിച്ചറിയുമ്പോൾ നിനക്ക് മറ്റുള്ളവനെ വഴി കാണിക്കാനായിട്ട് നിനക്ക് സാധിക്കും. നിന്നിലുള്ള തിന്മകളെ മാറ്റിയെടുക്കുമ്പോൾ നിനക്ക് മറ്റുള്ളവൻ്റെ ജീവിതത്തിലെ നന്മകളെ കാണുവാനായിട്ട് നിനക്ക് സാധിക്കും. അന്ധത നിറഞ്ഞ കണ്ണുകളോടുകൂടെ, അന്ധത നിറഞ്ഞ കാഴ്ചപ്പാടുകളോടുകൂടെ ലോകത്തെയും ലോകഗതികളെയും വീക്ഷിക്കുമ്പോൾ ഒരിക്കലും അതിൻ്റെ നന്മകളെ കണ്ടെത്താനായി സാധിക്കില്ല എന്ന വളരെ ലളിതമായ ചിന്തകളെ കർത്താവ് ഈ വേദഭാഗത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നോമ്പിൻ്റെ നാളുകളിൽ നമ്മൾ ശ്രദ്ധയോടുകൂടെ, നമ്മളേറെ കരുതലോടുകൂടെ ഈ വേദഭാഗങ്ങളെ ധ്യാനിക്കുകയും അതിൻ്റെ ആന്തരികവും അതിലെ ആഴമേറിയ ദൈവശാസ്ത്ര ദർശനങ്ങളെയുമൊക്കെ വിലയിരുത്തി അതിലൂടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മിലുള്ള കുറവുകളെ ആഴത്തിൽ മനസ്സിലാക്കാൻ ഈ വേദഭാഗം നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്. നമ്മളിലുള്ള വീഴ്ചകളെ സ്വയം കണ്ടെത്തുവാനായിട്ട് ഈ വേദഭാഗം നമ്മളെ ബലപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ആരാണ്, ഞാൻ എവിടെയാണ് എന്ന വലിയൊരു ചിന്തകൾ അതിനോടൊരുമിച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകി തരികയാണ്. ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് കപടഭക്തിക്കാരായ എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടെ നമ്മുടെ മുമ്പിലേക്ക് കർത്താവ് കൊണ്ടുവയ്ക്കുകയാണ്. കാരണം നമ്മളെപ്പോഴും നമ്മളെ കാണുന്നത് നമ്മളെപ്പോഴും വിശുദ്ധരാണ്, നമ്മളെപ്പോഴും നീതിയുള്ളവരാണ്, നമ്മളെപ്പോഴും നല്ലവരാണ് എന്ന ഒരു ചിന്തകളിലൂടെയാണ്. അപ്പോൾ നമ്മളിലെ നന്മകളെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ, അത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവൻ്റെ ജീവിതത്തിലെ നന്മയെ കൂടെ കണ്ടെത്തണം, അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ ജീവിതത്തിലെ നന്മ കൂടെ നമ്മൾ സ്വാംശീകരിക്കുകയും അതിനെ ഉയർത്തിക്കാണിക്കുകയും ചെയ്യണമെന്ന് വളരെ കൃത്യമായ കർത്താവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ നോമ്പിൻ്റെ നാളുകളിൽ വിശുദ്ധിയോടുകൂടെ ജീവിക്കുകയും വിശുദ്ധിയോടുകൂടെ നമ്മുടെ കാഴ്ചകൾക്ക് മിഴിവ് പകരുകയും അങ്ങനെ ഏറെ ശ്രദ്ധയോടുകൂടെ ധന്യതയോടുകൂടെ നോമ്പിൻ്റെ നാളുകൾ ഭംഗിയായി ധ്യാനത്തോടും പ്രാർത്ഥനയോടും അതിലുപരിയായി ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ മിഴിവുള്ള കാഴ്ചപ്പാടുകളുമായി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, നിങ്ങളുടെ കണ്ണുകൾക്ക് മിഴിവ് നൽകുന്ന കർത്താവിൻ്റെ ദിവ്യമായ ദർശനങ്ങൾക്കായി, നടത്തിപ്പുകൾക്കായി നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങൾ ധൈര്യപ്പെട്ട് മുൻപോട്ട് ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ദൈവകൃപ പകർന്ന് ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നോമ്പിൻ്റെ നാളുകളിൽ കർത്താവേ, വ്യക്തമായ ദൈവിക ദർശനത്തോടുകൂടെ, ബോധ്യത്തോടുകൂടെ ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച രക്ഷകൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോട് കേൾക്കണമേ. ആമേൻ.